ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ സ്ത്രീ വിരുദ്ധത ഒഴിവാക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് ഫലം കാണുന്നത്. സർക്കാർ നൽകിയ ഉറപ്പിൽ ഇരകൾ ധൈര്യം സംഭരിച്ച് രംഗത്തെത്തുന്നു. നിയമപരിമിതികളെ മറികടക്കാനുള്ള സാധ്യതകളായി, ഇരകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള സാധ്യതകളായി സർക്കാർ ഇതിനെയെല്ലാം കാണുകയാണ്. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗമാണ് നാളെ നടക്കാൻ പോകുന്നത്. എന്നാൽ താരസംഘടനയായ അമ്മ അവരുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അസൗകര്യം പ്രമാണിച്ചാണ് എന്നാണ് അവരുടെ വിശദീകരണം എത്തുന്നത്. എന്തായിരുന്നാലും അന്വേഷണ സംഘം മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് ഈ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളികൾ, ഒപ്പം സാധ്യതകൾ ഒക്കെയും നമുക്ക് ചർച്ച ചെയ്യാം. സംവിധായകൻ എം.എ. നിഷാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ്, നിയമവിദഗ്ധ അഡ്വക്കേറ്റ് ഇന്ദുലേഖ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. രഞ്ജി പണിക്കർ അടക്കം കൂടുതൽ പേരെ പ്രതികരണത്തിനായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീമതി അഡ്വക്കേറ്റ് ഇന്ദുലേഖയിലേക്ക്. ഇന്ദുലേഖ, നാളെ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗമാണ്. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സിനിമയിൽ സൃഷ്ടിക്കുക, സ്ത്രീ വിരുദ്ധത ഒഴിവാക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തെ ഇപ്പോൾ സാധൂകരിച്ചിരിക്കുന്നത്. ഇനി അവരുടെ ആദ്യ യോഗം നടക്കും. നിയമപരമായി പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെയൊക്കെ അഡ്വക്കേറ്റ് ഇന്ദുലേഖ കാണുന്നത്. തീർച്ചയായും നമ്മൾ നിയമപരമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ മുൻപിൽ വരും. ഒരു പ്രോസിക്യൂഷൻ എന്നുള്ളത് പോസിബിൾ ആണെങ്കിലും ഇത് ഒരു വിചാരണയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രയലിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ കോടതി എന്ന് പറയുമ്പോൾ എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വൈകിയ വേളയിൽ എങ്ങനെയാണ് ഈ അന്വേഷണ സംഘത്തിന് ഈ ആവശ്യമായ തെളിവുകൾ കോടതിയിൽ എത്തിക്കുവാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായ എല്ലാ പ്രശ്നങ്ങളും അന്വേഷണ സംഘത്തിനുണ്ടാവും. അതുകൊണ്ട് പ്രോസിക്യൂഷൻ എന്നത് പോസിബിൾ ആണെങ്കിൽ തന്നെ വിചാരണയിൽ ഒരു പക്ഷേ ഏകദേശം ഒരു 90% ഈ കുറ്റാരോപിതരായ വ്യക്തികൾ രക്ഷപ്പെടുവാനുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിയമപരമായി അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ. രണ്ടാമതൊരു കാര്യം, ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘം ഇതൊരു പ്രോസിക്യൂഷൻ നടത്തുകയും അതിലൊരു FIR ആവുകയും അതിലൊരു അന്വേഷണം വരികയും അത് നടക്കുമ്പോൾ ഈ പറയുന്ന കുറ്റാരോപിതരായ വ്യക്തികൾ കടന്നു പോകേണ്ട ചില ഇൻകൺവീനിയൻസുകൾ അല്ലെങ്കിൽ അവർക്ക് ചില നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, കേസിനെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും, നിയമസഹായം തേടേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ തീർച്ചയായും മറ്റ് ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് കടക്കുവാൻ അല്ലെങ്കിൽ കടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ കടക്കാൻ ഉദ്ദേശമുള്ള മറ്റ് വ്യക്തികൾക്ക്, ഇത്തരം കുറ്റങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അതൊരു ഡെറ്ററൻസ് ആയി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു സൂചനയായി വർത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നുവെച്ചാൽ നമ്മൾ കണ്ണടച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്ന് ഇവരെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു എഫോർട്ടും ഈ ഒരു വൈകിയ വേളയിൽ പോലും ഈ അന്വേഷണ സംഘത്തെ വെക്കുകയും അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയും ചെയ്യാൻ എടുത്ത ആ ഒരു തീരുമാനത്തെ സ്വാഗതാർഹമാണെന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും. ഇപ്പോൾ സംവിധായകൻ എം.എ. നിഷാദ് കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ എം.എ. നിഷാദ്, ഇപ്പോൾ സർക്കാർ ഒരു വലിയ എഫർട്ട് ഈ വിഷയത്തിലെടുക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം മറ്റ് സിനിമാ മേഖലയിൽ കടക്കം മാതൃകയാകുന്ന തരത്തിൽ. അതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നത്. പരാതി ലഭിക്കാത്തതായിരുന്നു ഇതിൻ്റെ മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയായി രൂപം കൊണ്ടത്. പക്ഷേ ആ പരാതികൾ ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ അന്വേഷണ സംഘം രൂപീകൃതമായിരിക്കുന്നു. അവരുടെ ആദ്യ യോഗമാണ് നാളെ നടക്കാൻ പോകുന്നത്. പക്ഷേ അമ്മ അവരുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യമാണ്. സർക്കാർ വളരെ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചത് ഈ സർക്കാരാണ്. ഈ സർക്കാർ എപ്പോഴും സ്ത്രീ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ആ കമ്മിറ്റിയിൽ ആരുടെയൊക്കെ പേരുകൾ ഉണ്ടെന്ന് പോലും പുറത്തു വരാതപ്പോൾ തന്നെ ഒരുപാട് സഹോദരിമാരിങ്ങനെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് നേരിട്ടുള്ള ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. ആ ദുരനുഭവങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ മിഷനറി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്.
തീർച്ചയായിട്ടും അതൊക്കെ ശ്ലാഘനീയമായ കാര്യങ്ങളാണ്. ആരോപണ വിധേയരായവർ അവരുടെ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. അപ്പൊ എല്ലാ ആരോപണങ്ങളും തീർച്ചയായിട്ടും അതിന്റെ നിജസ്ഥിതിയും കൂടി മനസ്സിലാക്കി വേണ്ട രീതിയിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും കേരള സമൂഹത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഇത്തരം കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വരണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സിനിമ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം. അവരുടെ ആരുടെയും മാനം നഷ്ടപ്പെടാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി തന്നെ പെരുമാറും സർക്കാർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നത് ഒരു സ്വാഭാവികമാണ്. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ഉപോൽപ്പന്നം എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധത അതിൻ്റെ ഉള്ളടക്കമായി വരും. അത് നല്ലതെന്നല്ല, അത് തിന്മയാണ്, അതിനെ പരിഷ്കരിക്കുക തന്നെ വേണം. പക്ഷേ ഏതെങ്കിലും വ്യക്തികളെക്കാൾ ഉപരി അത്തരം ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെയല്ലേ പ്രശ്നമായി പലപ്പോഴും വരിക. അപ്പോൾ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ എം എ നിഷാദ്? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇതില് എല്ലാവരെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സിനിമാ രംഗത്ത് ഇത്തരം ദുഷ്പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അതിന്റെ തെളിവുകളോടുകൂടിയാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. തെളിവില്ലാത്ത കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ കുറ്റാരോപിതരുടെ ഇതുകൂടി കേൾക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ രണ്ട് വിഭാഗത്തിൽ കുറ്റാരോപിതരുടെയും അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെയും രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയ ശേഷം സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ തീർച്ചയായും നിഷാദ് ദയവായി ഒന്ന് തുടരണം ലൈനിൽ. ഇപ്പോൾ നമ്മോടൊപ്പം ഭാഗ്യലക്ഷ്മി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കൾക്ക് ഒരു ഫോൺ ഭീഷണി ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി എത്തുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ആക്ച്വലി ഒരു യാത്രയിലാണ്, ഞാൻ തമിഴ്നാട്ടിലാണ്. അപ്പോൾ കുറെ രാവിലെ മുതൽ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, പേര് വിവരങ്ങളില്ലാത്ത കോളുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ചാനലുകളിൽ നിന്നും അവിടുന്നും ഇവിടുന്നും ഒക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു കോള് വന്നപ്പോൾ ഞാൻ ആ കോൾ എടുത്തു. ഭാഗ്യലക്ഷ്മിയാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഇനി മേലിൽ WCCയുമായി ചേർന്ന് മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ നീ ഒരക്ഷരം മിണ്ടിയ ഞാൻ വീട്ടിൽ വന്ന് അടിക്കുപടി എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഒച്ച വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ കട്ട് ചെയ്തിട്ട് പോയി. തിരിച്ച് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചില്ല. കാരണം ഞാൻ സൈബർ കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നത് എന്താണ് അതിന്റെ നിയമപരമായ സാധുത അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചില്ല. ഞാനിപ്പോ കമ്മീഷണർക്കും DGPക്കും പരാതി മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. ഞാൻ CMന്റെ കംപ്ലൈന്റ് സെല്ലിലേക്കും ഞാനൊരു പരാതി ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് നേരത്തെ പരിചയമുള്ളവരുടെ, കാരണം ഒരുപാട് ഇത്തരം പൊതുപ്രവർത്തന സംബന്ധിയായി ചെയ്യുന്നത് കൊണ്ട് താങ്കൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ള ശബ്ദമായി വല്ലതും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഈ ശത്രുക്കളുണ്ടെന്ന് ഇങ്ങനെ പലരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കിങ്ങനെ ഒരു അനോണിമസ് കോളോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്നു, നിങ്ങൾ വളരെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, സൂക്ഷിച്ചിരിക്കണം, ആരെങ്കിലും ഒക്കെ ഇതുപോലെ വിളിക്കില്ല. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഇല്ല, എനിക്ക് അങ്ങനെ വരാറില്ല. കാരണം എന്ത് അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാനത് പുറം ലോകത്തെ അറിയിക്കും, ഞാൻ പരാതി കൊടുക്കും, ഞാൻ കോൾ റെക്കോർഡ് ചെയ്യും, ഞാൻ എല്ലാം ചെയ്യുന്ന ഒരാൾ. ഞാൻ വളരെ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണോ എന്തോ ഇതൊക്കെ ഒരു പേടിയുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു കോള് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ആരാണെന്നങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഒരാൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. പക്ഷേ ഇതൊന്നും എനിക്ക് അങ്ങനെ വലിയ ഭയമായിട്ടൊന്നും തോന്നുന്നില്ല. എനിവേ, നമുക്കിവിടെ പോലീസും നിയമമൊക്കെ ഉണ്ടല്ലോ, ആളുടെ നമ്പർ വെച്ച് കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ കേരളത്തിൽ നിന്നുള്ള കോളാണല്ലേ? കേരളത്തിൽ നിന്നുള്ള കോള് തന്നെയാണ്. അതെ അതെ. ഈ ഏതെങ്കിലും ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞാണോ ഭീഷണിപ്പെടുത്തിയത്? ഇല്ല. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചാനലിൽ അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു ഒരു ചാനലില്. അതിൽ അവരെന്നെ കണക്ട് ചെയ്തു.
അപ്പൊ ഞാൻ അതില് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഞാൻ അതായത് സംസാരിച്ചിരുന്നു. കൊച്ചിയിലെ പഴയ അതെ അതെ നമ്മുടെ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോ അതിനെ ബേസ് ചെയ്താണോ ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ ആ ആരാധകന് തോന്നിയത് എന്ന് എനിക്കൊരു സംശയം. എനിക്ക് കേട്ടപ്പോ ഒരു ഫാനായിട്ടാണ് തോന്നിയത്. ഈ വധിക്കുമെന്നാണോ ഭീഷണിപ്പെടുത്തിയത്, അതോ വീട്ടിൽ കയറി മർദ്ദിക്കും? അല്ലല്ല, വീട്ടിൽ വന്ന് അടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ ഭാഗ്യലക്ഷ്മി തിരിച്ചതിനെ എതിർത്തപ്പോ പിന്നീട് വല്ലതും പറഞ്ഞോ? ഇല്ല, കട്ട് ചെയ്തു. പിന്നീട് അങ്ങനെ ഒറ്റ കോളേ വന്നുള്ളൂ അല്ലേ? ഒരു കോളേ വന്നുള്ളൂ. ശരി. പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. കാരണം ഈ ഇപ്പോൾ നാളെ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗമാണ്. ഈ പരാതിക്കാരെ ഒക്കെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം എന്ന ഭാഗമായി അന്വേഷണ സംഘം രൂപീകരിച്ചല്ലോ. അതിൻ്റെ ആദ്യ യോഗമാണ് നാളെ. പക്ഷേ അമ്മയുടെ എനിക്ക് ഈ പരാതി തന്നവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, ഈ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് ഇത് തീർക്കരുത്. ഇത് സത്യസന്ധമായ സിനിമയ്ക്കുള്ളിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുകയും ഒപ്പം നമ്മൾ നേരിട്ട പോലെ ബുദ്ധിമുട്ട് ഇനി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത് എന്നും ഇത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും ഇതിൽ നിയമപരമായ നടപടി ഉണ്ടാകണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ FIR ഇടാനും അത് കോടതിയിൽ കേസായി കഴിഞ്ഞാൽ കോടതി വരെ എത്താനും സഹായിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതും. ഈ പറയുന്ന നമ്മൾ എന്തിനാണോ ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്, സിനിമയ്ക്കുള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കാണാനുമാണ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണണമെങ്കിൽ സർക്കാർ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മളും സർക്കാരിനോടൊപ്പം സഹായിക്കണം, നമ്മൾ സഹകരിക്കണം. അതുകൂടി ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അമ്മയുടെ യോഗം, എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു. ഇത്രയും നിർണായകമായ, ഒന്നാമത് അമ്മ ആദ്യം പ്രതികരിക്കാൻ തന്നെ വൈകി, പിന്നീട് ഒരു നിർണായക യോഗം എന്ന രീതിയിലായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്. പക്ഷെ അത് മാറ്റിവെക്കുന്നത് മോഹൻലാലിന്റെ അസൗകര്യം പ്രമാണിച്ചാണെന്നാണ് പറയുന്നത്. അതിനെനിക്കറിയില്ല, അമ്മയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അമ്മയിലെ മെമ്പറും അല്ല. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് ഫോണിലൂടെ ഭീഷണി നേരിട്ട കാര്യം അടക്കമാണ് അവർ വിശദീകരിച്ചത്. ചർച്ച തുടരുമ്പോൾ ശ്രീ എം എ നിഷാദിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഇവിടെ ഭാഗ്യലക്ഷ്മിയും എം എ നിഷാദും ഒക്കെ സൂചിപ്പിച്ച കാര്യം, അതായത് സർക്കാരിന് കരുത്തു പകരേണ്ട ഒരു കടമ പൗരന്മാരെന്ന നിലയിൽ നമുക്കുമുണ്ട്, അല്ലെങ്കിൽ ഇരകളായവർക്കുമുണ്ട്. കാരണം പരാതിയുമായി രംഗത്തെത്താതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ജസ്റ്റിസാണ് ഹേമ, അപ്പോൾ സ്വാഭാവികമായും നിയമം അറിയാം, കോഗ്നിസബിൾ ആണ്, ഉടനെ ഇതിനകത്ത് നടപടി സ്വീകരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റിസ് ഹേമ തന്നെ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് എഴുതില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരെ ചില വടികളൊക്കെ ആ ഘട്ടത്തിൽ ഉയർത്തിയതാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പരാതിക്കാർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പരാതിക്കാർ രൂപപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ അതിനകത്തേക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നു, അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ആ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ആദ്യ യോഗം നാളെ പോവുകയാണ്. ഇതിനകത്തുള്ള ഒരു ചെറിയ പ്രതിസന്ധികളെ സംബന്ധിച്ച്, നേരിടാൻ സാധ്യതയുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഇന്ദുലേഖ സൂചിപ്പിച്ചത് താങ്കൾ കേട്ടിരിക്കും. റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഇന്ദുലേഖ പറഞ്ഞത് 100% ശരിയാണ്. കാരണം നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ വെച്ച് തീർച്ചയായിട്ടും കോടതിക്ക് തെളിവാണ് ആവശ്യം. കോടതിക്ക് തെളിവ് ഇല്ലാതെ കണ്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറെ നാൾ ഒരാളെ സംശയത്തിന്റെ നിലയിൽ നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് പരാതി ഉന്നയിച്ച 1-2 നടിമാരുടെ പക്കൽ പരാതി തെളിവുണ്ട് എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ നടി ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞ തന്റെ തെളിവുണ്ട്, ആ തെളിവ് താൻ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊരു തെളിവിന്റെ ഒരു അടിസ്ഥാനം, അല്ലെ അതിന്റെ ഒരു പിൻബലം അതിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു പലതിനെ കുറിച്ചൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞ പോലെ കോടതിയെ തെളിയിക്കേണ്ട വസ്തുത. പക്ഷെ ഇതൊന്നും അല്ല ഇതിനകത്തെ മുഖ്യമായ കാര്യം എന്ന് പറയുന്നത്. കേരളം ഒരു സിനിമയിൽ ഒരു ശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്യുക. അതിന് കാരണക്കാരാരാ? അത് ഈ ഗവൺമെന്റ്, LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. ഇതിനു മുമ്പ് എത്രയോ തവണ എന്തെല്ലാം പ്രശ്നങ്ങളൂടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നിറകയിൽ തന്നെ സിനിമയിൽ കസേരയിട്ട് ഉറപ്പിക്കാനായിട്ടുള്ള എല്ലാ കഴിവുകളും പ്രതിഭയുള്ള മഹാനായ തിലകനെ നിരോധിച്ചു, ബഹിഷ്കരിച്ചു. ഈ പറഞ്ഞ സിനിമാക്കാരിലാണ്. ആ സംഘടന ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ ബഹിഷ്കരിച്ചു. 3.5 വർഷക്കാലത്തോട് അദ്ദേഹത്തിന്റെ പ്രതിഭ, അദ്ദേഹത്തിന്റെ അഭിനയ
ചാതുര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മഹാനായ നടന്റെ അഭിനയം കാണാനുള്ള അവസരം മലയാളികൾക്ക് നിഷേധിക്കുമായിരുന്നു ഈ താരങ്ങളും അല്ലെ അതുകൊണ്ട് ബന്ധപ്പെട്ട കുറെ ആളുകളും. അത് ഈ കേരളീയ സമൂഹത്തിനോട് ചെയ്ത കൊടും പാതകമാണ്, കലയോട് ചെയ്ത പാതകമാണ്. അന്ന് ഈ കേരളം ഭരിച്ചിരുന്നത് LDF സർക്കാരല്ല, UDF സർക്കാർ വരെ ഭരിച്ചിരുന്നത്. അന്ന് സിനിമയ്ക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, സാംസ്കാരിക മന്ത്രി ഉണ്ടായിരുന്നു. അവരാരെങ്കിലും ഈ മഹാനടനോട് ഇങ്ങനെ ഒരു അഭിനയത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ട് അവരാരെങ്കിലും ചെറുവരണിക്കോ അല്ലെങ്കിൽ താരസംഘടനകളായിട്ടോ മറ്റുള്ളവരായിട്ടോ ചർച്ച ചെയ്ത് ഈ നടനെ ഇങ്ങനെ ബഹിഷ്കരിക്കരുതെന്ന് പറയാനുള്ള ഒരു ആർജവം അവരെല്ലാം കാണിച്ചില്ല. പക്ഷെ ഇടതുപക്ഷ സർക്കാർ എന്താ ചെയ്തത്? WCC എന്ന് പറയുന്ന വനിതാ സംഘടന ഒരു പരാതി കൊടുത്തു ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഉടനെ തന്നെ ആക്ട് ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ടാണ് അതിനകത്ത് ആക്ട് ചെയ്തത്. അതും മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള 3 വനിതകളെ, ഒന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആദരിക്കുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയെ, ഒരു വനിതാ ജഡ്ജി, അതുപോലെ തന്നെ നമ്മളെല്ലാം ആദരവോടെ കാണുന്ന ഇന്ത്യൻ സിനിമ ആദരവോടെ കാണുന്ന ശാരദ എന്ന് പറയുന്ന സീനിയർ ആർട്ടിസ്റ്റ്, ഒരു റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് കമ്മിറ്റി വന്നു, അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പുറത്തു വരാൻ താമസിച്ചതിന്റെ കാരണം അതിന്റെ സാങ്കേതികത്വമാണ്. അതിന് നിരോധനം ഉണ്ടായിരുന്നത്. അത് തന്നെയല്ല, അതിൽ മൊഴി കൊടുത്ത ബഹുമാനപ്പെട്ട വനിതാ നടികളും സാങ്കേതിക പ്രവർത്തകരും തങ്ങളുടെ പേരോ താങ്കൾ പറഞ്ഞ ആളുകളുടെ പേരോ ഒരു കാരണവശാലും ആ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയും മാനിക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. അത് തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ സ്റ്റേ കൊടുത്തത്. അത് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് കേസുമായിട്ട് പോയപ്പോഴത്തേക്ക് എങ്കിലും അത് ഒഴിവാക്കിയുള്ള അത് പുറത്തുവിടാൻ പറഞ്ഞു. ഗവൺമെന്റ് പുറത്തുവിട്ടു. സർക്കാർ ഇത് പുറത്തുവിടുന്ന കാര്യത്തിൽ ആർജവമേ ഉള്ളൂ. ഇന്നിപ്പോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ഇതിന്റെ പിൻബലത്തിൽ ധൈര്യം പകർന്നുകൊണ്ട് 17 വർഷങ്ങൾക്ക് അപ്പുറം നടന്ന തിക്താനുഭവങ്ങളുമായിട്ട് പോലും നമ്മുടെ നടിമാര് പലരും സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പുറത്തു വന്നില്ലേ? സധൈര്യം ജനങ്ങളോടും മാധ്യമങ്ങളോടും പറയുന്നില്ല. അതിന് അവസരം കൊടുത്തതാരാ? ഈ ഗവൺമെന്റ് അല്ലേ? അപ്പൊ ഈ ഗവൺമെന്റിനെ ശരിക്കും പറയുകയാണെങ്കിൽ 100% അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതല്ലേ? പിന്നീട് ഇവരെന്താ വ്യാഖ്യാനം കൊണ്ടുവന്നേ? ഇവര് പല കാര്യങ്ങളും ഈ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു. അതെങ്ങനെ ഗവൺമെന്റിനെ തിരിക്കുന്നത്? ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു കമ്മിറ്റി ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിന്റെ തെളിവ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. BBCയുടെ ആ ക്ലിപ്പിംഗ് സെറ്റ് എടുത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ചാനലിൽ കാണിച്ചതാ. BBC പോലും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ ഫോട്ടോസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ വെക്കുന്നത്. ഇനി രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് എന്താ? ഈ നടികളും അതുപോലെ സാങ്കേതിക വിദഗ്ധരുമായിട്ടുള്ള വനിതകളുടെ പരാതികളുടെ ബേസിൽ 7 IPS ഉദ്യോഗസ്ഥരെ, അതിൽ 5 പേര് വനിതകളാണ്. കേരളം വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ വളരെയധികം ആദരവോടുകൂടി കാണുന്ന 5 വനിതകൾ. തീർച്ചയായും റജി ലൂക്കോസ് ദയവായി തുടരും. ഇപ്പോൾ സംവിധായകൻ തുളസീദാസ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ തുളസീദാസ്, താങ്കൾക്കെതിരെയും ഇത്തരത്തിലൊരു ആരോപണം രംഗത്ത് വരുന്നുണ്ട്. അതെ ഞാൻ കേട്ടു. എനിക്കത് കേട്ടപ്പോ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാല് നടക്കാത്തൊരു കാര്യമാണ് ഗീതാ വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് എന്താണ് അതിന്റെ അജണ്ട എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം എന്റെ സെറ്റിൽ നടന്നിട്ടില്ല. ഞാനുമായിട്ട് ഉള്ള ഒരു പ്രശ്നം നടന്നിട്ടില്ല. വളരെ സന്തോഷമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയ ഒരു ആർട്ടിസ്റ്റാണ് ആ സെറ്റിൽ നിന്ന്. പിന്നെ റോഡ് ലേശം കുറഞ്ഞുപോയി എന്ന് ഒരു പരാതി എന്നോട് ആ സമയത്ത് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളല്ലോ റോഡ്. രാജാട്ടം എന്നുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അത്ര ഉള്ള റോഡ്, സിദ്ദിഖിന്റെ ഒരു പേരായിട്ടാണ് അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു റോഡ്. അതായത് അത്രേ ഉള്ള അതില് ക്ലൈമാക്സിലാണ് അതിന് കൂടുതലും പ്രാധാന്യം ഉള്ളത് എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ ഒരു സന്തോഷമായിട്ട് പിരിഞ്ഞു പോയ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ എന്റെ പേരിൽ ഒരു 91-ലാണ് ആ സിനിമ നടന്നത്. ഇപ്പോൾ ഒരു കംപ്ലൈന്റുമായിട്ട് വന്നേക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്കത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോളിംഗ് ബെല്ല് റൂമിന്റെ അടിച്ചതടക്കമുള്ള കാര്യങ്ങൾ, ശല്യപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ ഒരു കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ഒന്നാമത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു തുടക്കക്കാരനാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന കൗതുക വാർത്തയെ കഴിഞ്ഞ് എക്സ്പേർട്ട് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. എനിക്ക് സത്യത്തിൽ ഞാനപ്പോഴ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ ആർട്ടിസ്റ്റിനോടൊന്നും അങ്ങനെ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ ബഹുമാനമായിട്ട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അതിൽ അവിടെ ഉർവശി ഉണ്ടായിരുന്നു, സിദ്ദിഖുണ്ട്, ജയറാം, മനോജ് വിജയനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അവിടെ നടന്നിട്ടുള്ളതെന്നാണെങ്കിൽ അവർക്ക് തുറന്നു പറയാമായിരുന്നല്ലോ ഗീതാ വിജയന്. അതും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു മുഖം മുറിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ കോളിംബെല്ല് അടിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ കോളിംബെല്ല് അടിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് എന്റെ മുറിയിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാമല്ലോ. അല്ലാതെ കോളിംബെല്ല് അടിച്ചിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഒരു മണ്ടനൊന്നും അല്ല ഞാൻ.
അപ്പൊ അതൊക്കെ ഇത് എന്താ ഇതിന്റെ പിന്നീട് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. ഇതെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഗീതാ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് താങ്കളോട് വിയോജിപ്പോ അല്ലെങ്കിൽ അതിനുള്ള എതിർപ്പൊക്കെ അറിയിക്കുന്ന ഏതെങ്കിലും ഘട്ടം ഉണ്ടായിട്ടുണ്ടോ, ഫോണിലൂടെ അല്ലാതെ എങ്ങാണോ? ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല, ഒന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് വെച്ചൊരു മീറ്റിംഗിൽ അവർ ഫംഗ്ഷനിൽ അങ്ങനെ കണ്ട് ഞങ്ങൾ ഷേക്കൻഡ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു പോയ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഗീതാ വിജയനെയൊക്കെ പിന്നെ ഒരു സിനിമയ്ക്ക് വിളിച്ചിട്ടില്ല. അത് മനഃപൂർവ്വമല്ല. നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രത്തിനനുസരിച്ച് ഒരു റൈറ്ററും ഡയറക്ടറും എല്ലാം കൂടെ തീരുമാനിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ആരാണ് എന്റെ പിന്നിലുള്ളതെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എനിക്കൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പരാതികൾ കിട്ടിയ സ്ഥിതിക്ക് ഇതിനൊക്കെയായി ഒരു അന്വേഷണ സംഘം ഉണ്ട്. അവർ ആദ്യ യോഗം നാളെ ചേരുകയാണ്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ അടക്കം താങ്കളെ അടക്കം വിളിപ്പിച്ചേക്കാം, കാരണം ഇങ്ങനെ പരാതി വന്ന സ്ഥിതിക്ക്. തീർച്ചയായിട്ടും ഞാൻ അതിന് സഹകരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് മാനനഷ്ട കേസ് ഞാനും ഫയൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത് ഉണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യും. അത് ഇതൊന്ന് തെളിയട്ടെ, ഇത് ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യും. തിരിച്ച് കേസ് കൊടുക്കുമോ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ? എന്താ, തീർച്ചയായിട്ടും കേസ് കൊടുക്കണമല്ലോ. ഞാൻ കേസ് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഒന്നുമില്ലാത്ത ഒരു ഇത് ഇപ്പൊ ഒരു കംപ്ലൈന്റുമായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണമല്ലോ. അത് ഞാൻ ചെയ്യും. ശരി തുളസീദാസ്. താങ്ക് യു. തീർച്ചയായും ഈവനിംഗ് ഡിബേറ്റ് തുടരുമ്പോൾ ശ്രീ റജി ലൂക്കോസ്, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇത്തരത്തിലുള്ള ഒരു വലിയ എഫർട്ട് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നു. നേരത്തെ റജി ലൂക്കോസ് പറഞ്ഞത് ശരിയാണ്. കാരണം 1970 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് 2014 UDF സർക്കാർ ഭരിക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പേരിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം പഠനങ്ങളൊന്നും ക്രിയാത്മകമായ ഒരു ഇടപെടലിലേക്ക് അന്നത്തെ സർക്കാർ പോയിട്ടില്ല. 1970 സി അച്യുതമേനോൻ സർക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ സമഗ്രമാകുന്ന ഒന്നിലേക്ക് പോയിട്ടില്ല. അവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അത് അവിടെ നിൽക്കുന്നു. അതിന് ചില പരിമിതികളുണ്ടായിരുന്നു നിയമപരമായി. ആ പരിമിതികൾ മറികടക്കുന്നത് ഇരകൾക്ക് സർക്കാർ നൽകിയ ധൈര്യം, അതുപയോഗിച്ച് അവർ നേരിട്ട് പരാതി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ്. അങ്ങനെ പരാതി പറയുന്ന ഘട്ടത്തിൽ തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. അതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി, അതും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കമ്മിറ്റിയുടെ യോഗം നാളെ നടക്കാനിരിക്കുമ്പോൾ കൂടുതൽ പരാതികൾ വരികയാണ്. അതായത് സർക്കാരിൻ്റെ എഫർട്ടിനൊപ്പം വിജയിക്കുന്നു എന്നതിൻ്റെ അർത്ഥം കൂടിയാണ് ആ പരാതികൾ വരുന്നു എന്നതിൻ്റെ സാരം. റജി ലൂക്കോസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ BBC പോലും അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഈ സംസ്ഥാന സർക്കാർ നടത്തിയത്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു വാചകത്തിൽ അതിന്റെ ചരിത്രം പറയാം. കഴിഞ്ഞ 2 കമ്മിറ്റികളും, അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയും ബഹുമാനപ്പെട്ട പിന്നെ IAS ഉദ്യോഗസ്ഥന്റെ കമ്മിറ്റിയും, ആ 2 കമ്മിറ്റി സമഗ്രമായ രീതിയിലുള്ള പഠനത്തിനെ കുറിച്ച്, ഇത് വനിതകളുടെ വിഷയങ്ങളാണ് കൂടുതലായിട്ടും. ഇവരെങ്ങനെയാ തെളിവെടുത്ത് അതുകൂടെ കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? ഈ പറയുന്ന 3 കമ്മിറ്റികള് അവരുടെ അടുത്ത് ഈ വനിതകൾക്കും അല്ലെങ്കിൽ സാങ്കേതിക മേഖലയിൽ നിൽക്കുന്ന വനിതകൾക്ക് ഇവരുടെ അടുത്ത് വന്ന് പരാതി പറയാൻ മടിയായിരുന്നു. പക്ഷെ ഇവരെ തേടി പിടിച്ച് അതീവ രഹസ്യമായിട്ട് ധൈര്യം പകർന്നാണ് ഇവര് പിന്നീട് ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുക, അവർ പരാതി നൽകുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പുറത്ത് പറയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും ആർജവത്തോടുകൂടിയാണ് ആ കമ്മിറ്റി പ്രവർത്തിച്ചത്. ഒന്ന് ആലോചിക്കണം, പരസ്യമായിട്ട് വരാൻ അവർക്ക് മടിയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക, നമ്മളൊന്നും ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഉള്ള ഒരു സംഘടനയാണ്. കാരണം അതിന്റെ മോളിൽ ഇരിക്കുന്നവരുടെയൊക്കെ മുമ്പ് അവരെ വെറുപ്പിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജൂബിലി പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കാലത്ത് കേരളത്തിലെ നമ്പർ 1 ബാനറിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതിന്റെ വിതരണത്തിലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പറയുന്ന 7 IAS ഉദ്യോഗസ്ഥര്, അതിന് ഞാൻ പറഞ്ഞത് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രമാദമായ പല കേസുകളും അന്വേഷിച്ചിട്ട് പരിചയമുള്ള 5 വനിതാ IPS ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു സംഘത്തെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് കുറ്റവാളികൾ ആരാണോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഇവർ പരസ്യമായിട്ട് വിളിച്ച് മൊഴി രേഖപ്പെടുത്തത്തില്ല. വളരെ രഹസ്യമായിട്ട് അവരുടെ വ്യക്തിത്വത്തെ കീപ്പ് ചെയ്തുകൊണ്ട്, അവരുടെ അന്തസ്സിനെ കീപ്പ് ചെയ്തുകൊണ്ട്, അവരുടെ രഹസ്യ സ്വഭാവത്തെ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ അവരുമായിട്ട് അന്വേഷണം നടത്തുകയുള്ളൂ. ഞാൻ അറിയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ കൽക്കട്ടയിലെ സുമിത്ര മിത്ര എന്ന് പറയുന്ന ആ നടിയുമായിട്ട് നമ്മുടെ പോലീസ് ഓൾറെഡി ബന്ധപ്പെട്ട് കഴിഞ്ഞു. എല്ലാ പിന്തുണയും അവർ കൊടുത്തു കഴിഞ്ഞു നമ്മുടെ പോലീസ്. ഇതെല്ലാം ഒന്നും മാധ്യമങ്ങളോട് പറയാൻ പറ്റത്തില്ല.
അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടിരിക്കും മലയാള സിനിമയിൽ. തെറ്റ് ചെയ്യുന്ന സിനിമ മാത്രമൊന്നുമല്ല, എല്ലാ മേഖലകളിലും തെറ്റുകാരുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, സിനിമ മുഴുവനും അസന്മാർഗികളുടെയോ അല്ലെങ്കിൽ ദുർമാർഗം നടക്കുന്നവരുടെ ഒന്നും സംഗമകേന്ദ്രമൊന്നുമല്ല സിനിമ. അതിലേക്ക് വെറുതെ തോന്നുന്ന ഒരുപാട് കലാകാരന്മാരുടെ, സാങ്കേതിക വിദഗ്ധരുടെ, അണിയറ പ്രവർത്തകരുടെയൊക്കെ സർഗാത്മക പ്രതിഭകളുടെ ഒരു ആകെത്തുകയെ സിനിമ എന്ന് പറയുന്നത്. സിനിമയെ അറിയാൻ മേലാത്തവരാണ് ചുമ്മാ കയറി കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാം ഓരോ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടം നടത്തുന്ന പ്രയത്നങ്ങള്, അതിന്റെ പിന്നിലെ ബുദ്ധിശക്തി, കായികമായിട്ടുള്ള അധ്വാനങ്ങള്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ അറിയുമ്പോഴാണ് ഈ കല, നമ്മൾ ഈ 2.5 മണിക്കൂർ സ്ക്രീനിൽ കാണുന്ന ഈ സിനിമയുടെ പിന്നിലെ എഫേർട്ടിനെ കുറിച്ച് അറിയുന്നത്. ആദ്യത്തെ ഷോയ്ക്ക് തന്നെ വിധി രേഖപ്പെടുത്തും. ആദ്യത്തെ ഷോയ്ക്ക് തന്നെയുള്ള അഭിപ്രായം കൊണ്ട് ആ സിനിമ മോശമാണെന്നുണ്ടെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സിനിമകളെ പിന്നീട് ഹിറ്റായിട്ടുള്ളൂ. ആ മുടക്ക് മുതൽ മുഴുവൻ നഷ്ടപ്പെടുവാണ്. അതുപോലെ തന്നെ ഒരു പരീക്ഷണമാണ് ഈ പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. 2000 കോടിയാണ് ടേൺ ഓവർ കേരളത്തിലെ സിനിമയ്ക്ക്. അതുകൊണ്ട് ഇതിനകത്ത് മുഴുവൻ ആളുകൾ തെറ്റാറില്ല, കാടടച്ച് വെടിവെക്കരുത്. ഇപ്പൊ ചില മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് റേറ്റിംഗിന് വേണ്ടിയിട്ട്, ഈ സിനിമാക്കാർ മുഴുവൻ മോശമെന്ന് പറഞ്ഞുകൊണ്ട്. എത്രയോ നല്ല ചെറുപ്പക്കാർ, യുവതി യുവാക്കള്, എത്രയോ മിടുക്കര് പിന്നെ നമ്മുടെ സിനിമയിൽ ഇപ്പൊ പ്രതിഭകൾ തെളിയിക്കാൻ കടന്നു വരുന്നുണ്ട്. അജിംഷാദിനോട് ഞാനൊരു കാര്യം പറയണം. പണ്ടത്തെ നമ്മുടെ സിനിമാ സങ്കല്പം എന്തായിരുന്നു? ഞാനൊക്കെ സിനിമയിൽ പ്രവർത്തിക്കുന്ന കാലത്തൊക്കെ സൗന്ദര്യമായിരുന്നു മുഖ്യ ഘടകം, പ്രത്യേകിച്ച് ഈ അമൂൽ ബേബി സങ്കല്പങ്ങള്. ഇന്ന് അതല്ല, ഇന്ന് സൗന്ദര്യം ഒരു ഘടകമേ അല്ല. ഇന്ന് കഴിവുണ്ടെങ്കിൽ അയാൾ സിനിമയിൽ കയറിയിരിക്കും. അയാളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ അവസരങ്ങളും സിനിമയ്ക്കുണ്ട്. പണ്ടൊരു വരേണ്യ വർഗത്തിന്റെ കയ്യിലായിരുന്നു, ഇന്നത് മാറി. ഒരു ജനകീയ ഒരു ലേബലിലേക്ക് സിനിമ മാറി. പാൻ ഇന്ത്യയിലേക്ക് നമ്മുടെ മലയാള സിനിമ വളർന്നു. അതിലേക്ക് പിന്നിൽ ആരാ? ചെറുപ്പക്കാരുടെ പ്രയത്നങ്ങളുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. അപ്പൊ അവരുടെ എല്ലാം മനസ്സ് മടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്ന പുതിയ പെൺകുട്ടികളെ പോലും പിന്നോട്ടടിക്കാച്ച് ഇത് തെറ്റാണ്, ഇത് വഴങ്ങി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നടക്കുകയില്ലെന്നൊക്കെ പറഞ്ഞുള്ള ഒരു നരേഷൻ ഉണ്ടല്ലോ, അത് അബ്സല്യൂട്ട്ലി റോങ്ങാ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലോപാത്, ഒരു എന്റർടൈൻമെന്റ് ആണ് സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിനെ തകർത്ത് തരിപ്പണമാക്കി അന്യസംസ്ഥാന സിനിമകൾ കേരളത്തിൽ വന്ന് വിരാജിക്കാനുള്ള അവസരമാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. തെറ്റുകാരെ ചൂണ്ടിക്കാണിക്കും. അതിനൊരു ഗവൺമെന്റിനോട് പ്രവർത്തിച്ചില്ലേ? ആ സർക്കാരിന്റെ ആത്മാർത്ഥതയും ആർജവത്തെയും നിങ്ങൾ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല? ഇപ്പൊ ഇവിടെ ഈ പിന്നെ ചർച്ചയിൽ ഡൽഹിയിൽ വന്ന തുളസിദാസ് സംസാരൻ, എനിക്ക് അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാചകങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. എന്താ അറിയോ? അദ്ദേഹം 10-31 വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു സിനിമയിലാണ് ബഹുമാനപ്പെട്ട ആ നടി ഇന്ന് പരാതി പറഞ്ഞിരിക്കുന്നത്. അവരുടെ പരാതി ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാനാണല്ലോ, ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ അത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് എങ്ങനെ തെളിയിക്കും? അത് അല്ലെങ്കിൽ അവർ തെളിവ് ഹാജരാക്കട്ടെ. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ, തുളസിദാസ് എന്ന് പറഞ്ഞ ഇതുവരെ ഒരു മോശമായ അഭിപ്രായം സൃഷ്ടിക്കാത്തൊരു സംവിധായകൻ, മലയാളത്തിലെ ഭാഷ അറിയാവുന്ന മുഴുവൻ ആളുകളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പോയില്ലേ? അദ്ദേഹം വ്യക്തിത്വം ചെയ്യപ്പെട്ടില്ലേ? തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ ഉന്നയിച്ച ആരോപണമാണെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടട്ടെ. ഒരു തർക്കമല്ല കാര്യത്തിൽ. ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ഇന്ദുലേഖ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം ഇവിടെ വലിയ ചർച്ചകൾ നടക്കുന്നു, വലിയ മാധ്യമ ചർച്ചകൾ നടക്കുന്നു. നേരത്തെ റജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ റേറ്റിംഗ് ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ നീക്കം നടത്തുന്നു. ഇതിനൊക്കെ എഫർട്ട് എടുത്ത സർക്കാരിനെതിരായി ചില കോണുകൾ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി ഉണർന്നു വരുന്നു. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു വീണുവെങ്കിൽ പോലും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടേത് ഒരു പരിഷ്കൃത സമൂഹമാണ്. ഒരു ഭരണഘടനയും നിയമവ്യവസ്ഥയും അതിൻ്റെ പ്രൊസീജിയർ കോഡുകളും ഒക്കെ ഉള്ള ഒരു നാടാണ്. അപ്പോൾ അവിടെ ഈ എടുപിടി ചൂണ്ടിക്കാട്ടുന്നു, ഒരാളെ തൂക്കിലേറ്റു അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തൂ, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന അപക്വമായ ചർച്ചകൾ, ജനകീയ വികാരത്തെ, അവരുടെ ചില കോണുകളുടെ അപക്വതയെ മുതലെടുത്തുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ വിജയിക്കില്ല. നിയമത്തിൻ്റെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായ ഒരു പരാതിക്കാരി ഉണ്ടാകണം, കൃത്യമായി അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന തെളിവുകൾ ഉണ്ടാകണം, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഇങ്ങനെ ആയാൽ മാത്രമേ ഈ ഇരകൾക്ക് നീതി ഉറപ്പാവുകയും അവിടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നതിലേക്കും നയിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ അതിവൈകാരികത എടുത്ത് ചില നേട്ടങ്ങൾക്കായി പോയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയുള്ള അപക്വതകൾ ഇതിൻ്റെ പേരിൽ നടമാടുന്നില്ലേ ശ്രീമതി ഇന്ദുലേഖ? നേരത്തെ റജി ലൂക്കോസ് ചൂണ്ടിക്കാണിച്ചു. അത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രഹസ്യ സ്വഭാവം എന്നുള്ളത് ഇനി മുമ്പോട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേസുമായി മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പരാതിക്കാരിയും അതുപോലെ തന്നെ ഈ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലുകളൊക്കെ കൊടുത്തേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഏറ്റവും വലിയ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇരയുടെ പേരെന്ന് പറയുന്നത് നിയമപരമായി റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവോടുകൂടി പുറത്തു വന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ടിൽ കുറ്റാരോപിതരായ വ്യക്തികളുടെ വിവരങ്ങൾ
പുറത്ത് അതും പൂർണ്ണമായി തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഇൻഡസ്ട്രി മുഴുവൻ മോശമാണെന്ന രീതിയിലുള്ള ഒരു പുകമറയിലേക്ക് ഇന്ദുലേഖ, അതായത് തുടക്കത്തിൽ ചർച്ച ഈ ജസ്റ്റിസ് ഹേമ തന്നെയാണ് ഇത് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടത്, ഇതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന്. കാരണം ആ ഉറപ്പിന്മേലാണ്. അതുപോലെ തന്നെ ഇത് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു നിയമ നടപടികളിലായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എത്ര കണ്ട് ഇതിനെ ഒളിച്ചു വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ അത് വിശദമാക്കാം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ അന്വേഷണ കമ്മീഷൻ മീൻസ് ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ, അത് പഠിച്ച് നിർദ്ദേശങ്ങൾ നിഗമനങ്ങൾ സർക്കാരിലേക്ക് വെക്കുന്നു, അത് നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളും തുടരുന്നു. അതൊന്ന്. പക്ഷേ ക്രിമിനൽ കേസെടുത്ത് നടപടി സ്വീകരിക്കാനുള്ള ഘടകങ്ങൾ അതിലില്ലായിരുന്നു നിയമപരമായി. കാരണം ഈ മുമ്പ് ഉള്ള പല പ്രീസിഡൻസും അതിനനുകൂലമായി ഉണ്ട് എന്നാണ് പറയുന്നത്, സുപ്രീം കോടതിയുടെ അടക്കം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാർ വരുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല, അത് ഉണർത്തിയ അലയൊലികൾ സൃഷ്ടിക്കുന്ന ചില നടപടികളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാർ രംഗത്തെത്തി പരാതി പറയുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് അത് അന്വേഷിക്കാനായി സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ വെക്കുന്നത്. അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിൻ്റെ നടപടികൾ നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമായി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അതിൽ പരാതിക്കാർ വേണം. അങ്ങനെ പരാതി പറയുന്നു ചിലർ. അപ്പോഴാണ് ആ പരാതികൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ പോലീസ് അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ഇന്ദുലേഖ. അതെ, അങ്ങനെ ഒരു പരാതിക്കാർ മുമ്പോട്ട് ഈ അന്വേഷണ സംഘം മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള പരാതികൾ എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിന് ഒരു വ്യക്തത വേണം. കാരണം ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ മുമ്പിലേക്ക് എത്ര പേര് ഈ ചാനൽ ചർച്ചയിലിരുന്ന് പറയുന്ന ആളുകളിൽ എത്ര പേര് ധൈര്യമായി ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ വന്ന് ഈ കാര്യങ്ങൾ പറയും, ഇതൊരു കേസിലേക്ക് നയിക്കുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ലീഗൽ പ്രൊസീഡിങ്ങിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ആർട്ടിസ്റ്റിന് സർവൈവ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അനൗദ്യോഗികമായ ഒരു അൺഒഫീഷ്യൽ ബാനിലേക്ക് അത് കടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ അവസ്ഥ പറയുന്ന ആളുകൾ തീർച്ചയായും സർക്കാർ നിയോഗിച്ച ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവരുടെ ഹാൻഡ്സ് ടൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇവരെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇവരുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇവരുടെ പ്രൊഫഷൻ ഒരു സൈഡിൽ, അതോടൊപ്പം തന്നെ അവരുടെ മാനം നഷ്ടപ്പെട്ടതിൻ്റെതായ പ്രശ്നം മറ്റൊരു സൈഡിൽ. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഈ കുറ്റാരോപിതരായ വ്യക്തികൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, തങ്ങൾക്കെതിരെയുള്ള കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ആ സ്പോട്ടിൽ തന്നെ ഒരു ഡിഫമേഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യാത്തത്? ഇതൊരു കള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ് എനിക്കെതിരെ ഉയർത്തിയത്, എനിക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ മുമ്പോട്ട് വന്ന് ഒരു കേസ് ഫയൽ ചെയ്യാത്തത് എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചെത്താം. ഇന്ദുലേഖ, CPM നേതാവ് ശ്രീമതി CS സുജാത കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീമതി CS സുജാത, സർക്കാർ ഇവിടെ വലിയൊരു എഫർട്ട് എടുത്തു, അതിനുശേഷം ആ ധൈര്യം സ്വീകരിച്ച് നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തുന്നു. അപ്പോൾ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ADGP IG അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നതായി നിയമവിദഗ്ധർ പറയുന്നത്, ഈ പരാതിക്കാർ ചാനലിന് മുമ്പിൽ പറയുന്നത് പോലെ ഇനി വരുന്ന നിയമ നടപടികളുമായി എല്ലാം സഹകരിക്കണം, എന്നാൽ മാത്രമേ നീതി ഉറപ്പാകുന്നതിലേക്ക് എത്തൂ എന്നാണ് അഡ്വക്കേറ്റ് ഇന്ദുലേഖ അടക്കം പറയുന്നത്. അത് ശരിയല്ലേ ശ്രീമതി CS സുജാത? സഹോദരിമാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പരാതിക്കാർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും സർക്കാർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവരിങ്ങനെ നടത്തിയിട്ടുള്ള
വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചെല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സംഘം അടങ്ങിയ ഒരു അന്വേഷണ സംഘത്തെ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങള്, അതായത് ക്ഷേമ കമ്മിറ്റിയുടെ മുമ്പാകെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ തെളിവ് കൊടുത്തിട്ടുള്ള ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏറ്റവും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തില് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഈ രൂപത്തിൽ പ്രയാസപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇരകളോടൊപ്പമാണ്, ഒരിക്കലും വേട്ടക്കാരനോടൊപ്പമല്ല. അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിർഭയമായി അവര് അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്നലെ ഇപ്പോ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രേവതി സമ്പത്ത് പറഞ്ഞത് അവര് കൃത്യമായി സർക്കാരിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയും ഞാൻ കൃത്യമായി തന്നെ ഏതറ്റം വരെ പോകാൻ എനിക്ക് പറ്റുമോ അത്ര പോകുമെന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ നിലയിൽ ഇവര് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീമതി CS സുജാത. ഞാൻ റജി ലൂക്കോസിലേക്ക് എത്തിയ റജി ലൂക്കോസ്, ഇതിൻ്റെ മുന്നിലുള്ള ഒരു ഒബ്സ്റ്റക്കിൾ, ഇതിൻ്റെ മുന്നിലുള്ള ഒരു തടസ്സം പ്രധാനമായത് ഇതാണ്. നോക്കൂ, ഈ പരാതിക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ? അഡ്വക്കേറ്റ് ഇന്ദുലേഖ പറഞ്ഞതും ആ വരികൾക്കിടയിൽ വായിച്ചതുമായ കാര്യങ്ങൾ ഞാനൊന്ന് മറുമൊഴി നടത്തുകയാണ്. കാരണം ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നവരിൽ കരിയറിൽ അല്ലെങ്കിൽ സ്റ്റാർ ഇമേജുകളുള്ള അല്ലെങ്കിൽ ഇപ്പോഴും പ്രൊഫഷണലി കത്തി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. കാരണം അവരാരും രംഗത്തെത്തുന്നില്ല. 1. 2, സമഗ്രമായി ഈ വിഷയങ്ങൾ പുറത്തെത്തിയില്ലെങ്കിൽ സിനിമാ ലോകത്തിന് മുഴുവനായി വരുന്ന ഡാമേജ്. 3, ഇപ്പോൾ പരാതി പറഞ്ഞവർ, ഇപ്പോൾ ചാനലുകളുടെ ലൈറ്റുകൾക്ക് മുമ്പിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നവർ നിയമ നടപടികളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകുമോ എന്നതിലെ സംശയം. കാരണം അവരുടെയൊക്കെ മുൻകാല പലതിലുമുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇന്ദുലേഖ അത്തരത്തിലുള്ള ആശങ്ക മുമ്പോട്ട് വെച്ചത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വിജയിക്കണമെങ്കിൽ ഇவ்விധത്തിലുള്ളൊരു സഹകരണം ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് പൗരന്മാരെന്ന നിലയിൽ. റജി ലൂക്കോസ്, വലിയൊരു ചോദ്യമാണ് അജിംഷാദെ അത് നമ്മുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന ചാനലുകളുടെ മുമ്പിൽ വന്ന് ധൈര്യപൂർവ്വം പലരുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്തിയ ഈ സ്ത്രീകള് അല്ലെങ്കിൽ ഈ വനിതകള് അവരിനി പരാതിയായിട്ട് പോകുന്നുണ്ട്. ഒരു വലിയ ചോദ്യം തന്നെയാണ്. അങ്ങനെ പരാതിയായിട്ട് പോയില്ല എങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു വലിയ പാതകമുണ്ട്. ഒരുപക്ഷെ പരാതി കൊടുത്തില്ല എങ്കിലും ഈ പരാതിക്ക് വിധേയമായിട്ടുള്ള ഒരു നിരപരാധികളാണെന്നുള്ളതല്ലേ. അപ്പൊ അവരുടെ ജീവിതത്തിന്, അവരുടെ കുടുംബത്തിന്, അവരുണ്ടാക്കിയെടുത്ത ഇമേജിന്, അവരുടെ സ്റ്റാർഡമത്തിന് എല്ലാം തകർന്ന് ഏറ്റവും വലിയ ഡാമേജ് അല്ലേ. ഇനി എനിക്ക് തോന്നുന്നു ഈ പരാതിയിൽ ഉൾപ്പെട്ടവരുടെ ഒരു തിരിച്ചുവരവ് പോലും ഇപ്പൊ അത്രയ്ക്കും സുഗമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളീയർ പൊതുവെ ആ പേരുകാരോടെല്ലാം ഒരു വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇവര് ഇങ്ങനെ പ്രവർത്തിച്ചതിന് പേരിൽ. അതുകൊണ്ട് പരാതി കൊടുക്കണം. കൊടുക്കാതിരുന്നില്ലെങ്കിൽ അവരുടെ ആ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. എനിക്ക് തോന്നുന്നു 2 പേര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നേരത്തെ ഇവിടെ CS സുജാത സഖാവ് പറഞ്ഞ പോലെ തന്നെ ആ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി തെളിവ് തന്റെ കയ്യിലുണ്ട്, പരാതി കൊടുക്കുന്ന അവർ ആവർത്തിച്ചിന്നലെ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആലുവയിൽ നിന്നും ഒരു നടി, 4 പേരുടെ പേര് വെളിപ്പെടുത്തിയ ഒരു നടി, അവരും പറഞ്ഞ അവർ ഇന്ന് തന്നെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പരാതികൾ കൊടുക്കട്ടെ. ഇനി പരാതി കൊടുത്തില്ലെങ്കിൽ പോലും അതീവ രഹസ്യമായിട്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, വക്കീൽ സൂചിപ്പിച്ച പോലെ രഹസ്യമായിട്ട് അവരുടെ വ്യക്തിത്വത്തിനെയും അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മൊഴിയെടുക്കാൻ, അവരുടെ പരാതികൾ രേഖപ്പെടുത്താനായിട്ട് തയ്യാറായ ഒരു വലിയ സംവിധാനത്തിനെ സർക്കാരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിരിവിന് മടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം എനിക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ ആള് കയറുന്നില്ല. വല്ലാത്തൊരു വെറുപ്പായിപ്പോയി, വല്ലാത്തൊരു അധാർമികതയുടെ, ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത ജനങ്ങൾ മുഖം തിരിക്കുന്നു സിനിമ കാണുന്നതിന് വേണ്ടിയിട്ട്. TV-യിൽ പോലും കാണാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുള്ളതാണ് പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാറണം. അങ്ങനെയല്ല മലയാള സിനിമ എന്ന് പറയുന്നത്. എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു, എത്രയോ നല്ല മനുഷ്യര് ഈ സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കുന്നു. ചെറിയൊരു സംഘത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ ആരോപണങ്ങൾ വന്നിട്ടുള്ളൂ, ശരിയും തെറ്റുവാണെങ്കിലും. ബാക്കിയൊരു വലിയ സംഘം, ഇപ്പൊ ടോവിനോ തോമസ് ഒക്കെ ഇന്നലെ വളരെ ആർജവത്തോട് പറഞ്ഞില്ലേ, രഞ്ജി പണിക്കരൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ. അത് നമ്മൾ വേണം, നമുക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് വരണം. ടോവിനൊക്കെ എത്ര കൃത്യമായിട്ട്, എത്ര തന്റെ അടുത്തോടുകൂടിയാണ് അദ്ദേഹം മൊഴി കൊടുത്ത ഒരാളെന്ന് ആലോചിക്കണം. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സിനിമയില് ഈ ആരോപണ വിധേയരാകാത്തവരും ധൈര്യത്തോടെ പുറത്തു വരണം. അവരും വരണം പുറത്തേക്ക്. എന്നെങ്കിലേ സിനിമയ്ക്ക് ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ.
അതുപോലെ AMM എന്ന് പറഞ്ഞ സംഘടന കാണിച്ച നിരുത്തരവാദപരമായ പെരുമാറ്റം, നടീനടന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആ സംഘടന തങ്ങളുടെ ഒപ്പമുള്ള ചില പിന്നെ വനിതകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്ക് ആത്മധൈര്യം കൊടുക്കണ്ടേ? ഇതുവരെ അതിന്റെ പ്രസിഡന്റ് പോലും ലക്ഷം പോലും മിണ്ടിയിട്ടില്ല. സെക്രട്ടറി ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ പരാതിയുടെ പേര് രാജിവെച്ചു പോയിരിക്കുന്നു. അതിന് കമ്മിറ്റി കൂടാൻ പറ്റുന്നില്ല. അപ്പോൾ ജനങ്ങൾ സംശയിക്കും, പിന്നെ എന്തിനാ ഇത്ര സംഘടന? അതേസമയം ഫെഫ്ക എന്ന് പറയുന്ന സംഘടന മാതൃകാപരമായ തീരുമാനമെടുത്തു. നിയമ നടപടി അനിവാര്യമാണെന്ന് അവർ പറഞ്ഞു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് അവർ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന പിന്നെ വാതുറക്കാത്തത്? അവരെ പിന്നെ സെക്രട്ടറി ഇവിടുന്ന് പോയല്ലോ. അപ്പൊ അത് അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർക്കൊക്കെ ഇതിന് വളം വെച്ചു കൊടുത്ത ആരാ? ഈ സംഘടനയ്ക്കൊക്കെ. അത് കേരളത്തിലെ 4 കോടി ജനങ്ങളാ. ഈ 4 കോടി ജനങ്ങൾ സിനിമാ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെയിലത്തും മഴയത്തും ആരാധക കൂട്ടമായിട്ട് വല്ലാതെ ഈ ടിക്കറ്റ് എടുത്ത് ഒരു കപ്പലണ്ടി പോലും അകത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ മുഴുവൻ സാധനങ്ങൾ മേടിച്ച് ഈ കഠിനമായ സാഹചര്യത്തിൽ ഈ സിനിമ ടിക്കറ്റ് എടുത്ത് ഇവരുടെയൊക്കെ മാത്രമല്ല മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം ഈ താരപരിവേഷം നൽകി, യുക്തിരഹിതമായ താരപരിവേഷം നൽകി ഈ സിനിമാ മേഖലയിലുള്ളവരെയൊക്കെ വല്ലാതെ പ്രഘോഷിക്കുന്ന മാധ്യമങ്ങൾ കൂടി വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു മന്ത്രി ആർ ബിന്ദു. അതുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടത്. തീർച്ചയായും ഈവനിംഗ് ഡിബേറ്റ് തുടരുമ്പോൾ അഡ്വക്കേറ്റ് ഇന്ദുലേഖ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാടടച്ച് വെടിവെക്കുന്ന ഒരു സമീപനം സിനിമാ മേഖലയാകെ പ്രശ്നമാണ്. കാരണം എല്ലാ മേഖലയിലും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമായ സമീപനങ്ങളുണ്ട്. അത് തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിക്കുകയും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പൊതുബോധം അടക്കം വളർത്തിയെടുക്കുന്ന ഒരു വലിയ സംരംഭമാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. കാരണം നമ്മുടെ സമൂഹം മുഴുവൻ, കാരണം ഹോളിവുഡിലടക്കം നമ്മുടെ സമൂഹം മുഴുവൻ ഇത്തരത്തിലൊരു പുരുഷ കേന്ദ്രീകൃതമായ നീക്കത്തിൻ്റെ തുടർച്ചയാണ് എന്നതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമാകുന്ന ഒരു എലമെൻറ്റ് ഇതോടൊപ്പമുണ്ട്. കാരണം ഈ ഇങ്ങനെ സിനിമാ മേഖലയിൽ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇത്തരത്തിലൊരു സമീപനം നേരിടേണ്ടി വരും. അത്രയേറെ മ്ലേച്ഛമാണ് സിനിമാ മേഖല എന്നറിഞ്ഞാൽ കലാകാരികളായ കഴിവുള്ള നടിമാർക്ക് അല്ലെങ്കിൽ കഴിവുള്ള കലാകാരികൾക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ തടസ്സം സൃഷ്ടിക്കും. അത് വലിയ പേരുദോഷം തീർക്കും. അത് ഏറ്റവും സ്ത്രീവിരുദ്ധമായി നാളെ മാറും. അത്തരത്തിൽ ആശങ്കകൾ വേണ്ടേ അഡ്വക്കേറ്റ് ഇന്ദുലേഖ? ഇതിനെതിരെ ടൈംലി ആയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശങ്കകളെല്ലാം തന്നെ വരും. കാരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊരു പുകമറ സൃഷ്ടിക്കപ്പെട്ട് സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്ത ഒരു മേഖലയായി തന്നെ ആളുകൾ അതിനെ കാണാൻ തുടങ്ങും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പേരുദോഷമുള്ള മേഖല എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾ തന്നെയാണെങ്കിലും അവരുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരെ നിരുത്സാഹപ്പെടുത്തും. മറ്റെന്തെങ്കിലും ഒരു പ്രൊഫഷനിൽ പോയാൽ പോരെ എന്നൊരു നിലയിലേക്കുള്ളൊരു രീതിയിൽ വരും. പക്ഷെ ആ ഒരു വർക്ക് സ്പേസ് എന്ന നിലയിൽ സിനിമ എന്നുള്ളതും സ്ത്രീകൾ മാന്യമായി വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് അവിടെ യാതൊരുവിധ ഭയവുമില്ലാതെ ധൈര്യമായി തന്നെ ആ മേഖലയിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇതുവരെയുള്ള അവസ്ഥ എന്താണ്, അല്ലെ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഉള്ള ബുദ്ധിമുട്ടുകളെ പറ്റി പഠനങ്ങൾ നടത്തി എല്ലാം ചെയ്തു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് നടപടിയാണ് നാളെ ഈ സിനിമയിലേക്ക് വരുന്ന അവസരം തേടി വരുന്ന കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നമുക്ക് എന്ത് സംരക്ഷണമാണ് നൽകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത. അപ്പോൾ അത് ഉറപ്പാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ ഇത് നേരിടുന്ന ആളുകൾ മുമ്പോട്ട് വന്ന് ബോൾഡായിട്ട് പറയുകയും ഈ ആക്ഷൻ എടുക്കാൻ സർക്കാരിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത് നല്ലൊരു റിസൾട്ടിലേക്ക് അത് പോയാൽ മാത്രമേ ആളുകൾ ധൈര്യപൂർവ്വം ഈ മേഖലയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി സിനിമാ മേഖല പുറത്തേക്ക് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത് വളരെ ഒരു നൂലിഴയിലൂടെയാണ് നീങ്ങുന്നത്. കാരണം ഒന്ന്, ഇതിനകത്ത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. 2, സ്ത്രീവിരുദ്ധമായ സമീപനങ്ങളൊക്കെ ഇല്ലാതാക്കണം. 3, സ്ത്രീകൾക്ക് സൗഹൃദാന്തരീക്ഷം അവിടെ ഉണ്ടാകണം. 4, ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായി സിനിമാ മേഖല മുഴുവൻ സ്ത്രീകൾക്കെതിരാണ്. സ്ത്രീ പേരുദോഷം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സാമൂഹിക സംബന്ധിയായ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്നറിയില്ല. പേരുദോഷം ഉണ്ടാക്കുന്നു എന്ന് തോന്നിപ്പിച്ച് ഈ കലാരംഗത്ത് നിന്ന് കഴിവുള്ള പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തരുത്. അപ്പോൾ ഈ ജാഗ്രതകളൊക്കെ വേണം.
ഇതാണ് സർക്കാരിന് മുമ്പിലുമുള്ള ഒരു ഉത്തരവാദിത്വം. സർക്കാർ വളരെ എഫർട്ട് എടുത്ത് ഇത്തരം പരിഷ്കരണങ്ങൾ നടത്തുമ്പോൾ ഈ ചില കോണുകൾ ആക്ഷേപിക്കുന്നത് പോലെ അങ്ങനെ ഒരു ആഘോഷ പ്രഘോഷമായി ഇത് നടപ്പാക്കാനാകില്ല. അതിന് നിയമപരമായ കണ്ണുകൾ വേണം, ഇത്തരത്തിൽ സാമൂഹിക സംബന്ധിയായ വിഷയം വേണം, സിനിമാ മേഖല തകരാതെ വേണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാരണം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിലുമുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. റേറ്റിംഗ് മാത്രം ഉദ്ദേശിച്ച് നീങ്ങുന്ന ഒരു മാധ്യമ മേളയാകാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലേ ഇന്ദുലേഖ? അതെ, തീർച്ചയായും ഇതിൽ വേറൊരു തലവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചാൽ ഞാനിവിടെ പൂർണ്ണമായും തന്നെ ബാൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റപ്പെടും എന്നുള്ള ഒരു ചിന്ത തന്നെ ആദ്യം പെൺകുട്ടികൾ മാറ്റി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയും, പാർവതി എന്ന നടിയെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അവരെ എത്രയധികം ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രയധികം ആളുകൾ അവരെ അവഗണിച്ചിട്ടുണ്ടെങ്കിലും, പാർവതി അതുപോലെ തന്നെ തിലകൻ സാറ് ഇവരൊക്കെ അവരുടേതായ കഴിവുള്ളത് കൊണ്ട് തന്നെ ആ സിനിമാ ഫീൽഡിൽ വർത്തിക്കുവാനുള്ള കഴിവ് അവർക്കുള്ളത് കൊണ്ട് തന്നെ കാലം തെളിയിക്കുന്ന പോലുള്ള അച്ചീവ്മെന്റുകളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അതുകൊണ്ട് ഇനി വരാനുള്ള പെൺകുട്ടികൾ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പേടിച്ച് നിൽക്കരുത്, നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ ആ മേഖലയിൽ നിൽക്കേണ്ടവരാണെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ചൂഷണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളോ അവഗണനകളോ ഒന്നും നിങ്ങൾക്കൊരു കടമ്പയായി തീരില്ല. തീർച്ചയായും നിങ്ങൾ വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് നിങ്ങളുടെ മുമ്പിൽ തന്നെയുള്ള ഉദാഹരണങ്ങളാണ് മികവുറ്റ നായികയും നായകന്മാരും ഒക്കെ ആയിട്ടുള്ള മറ്റ് സിനിമാ താരങ്ങളെ നമ്മൾ കണ്ട്. പക്ഷേ നമുക്ക് ഒരു ചില ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ആ ബുദ്ധിമുട്ടുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ചെയ്യാവുന്നതിന്റെ എല്ലാ മാക്സിമം കാര്യങ്ങൾ എത്രയും തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഇരകളായവരല്ല അപമാനിതരാകേണ്ടത്, വേട്ടക്കാരാണ് അപമാനിതരാകേണ്ടത്. ഒരു പരാതി പറയുന്ന പെൺകുട്ടിയല്ല അപമാനിക്കപ്പെടേണ്ടത്, മറിച്ച് ആ പെൺകുട്ടി പരാതി പറയാൻ നിദാനമായ ക്രൈം നടത്തിയ പുരുഷനാണ് അല്ലെങ്കിൽ ആളാണ് യഥാർത്ഥത്തിൽ അപമാനിതനാകേണ്ടത്. ആ സംസ്കാരത്തിലേക്ക് നമ്മൾ ഉയരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ആ സംസ്കാരത്തിലേക്ക് നമ്മൾ പരിണമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ സംഭവവികാസങ്ങളെ കാണേണ്ടതും. അതിന് സർക്കാർ എടുത്ത എഫർട്ടും തീർച്ചയായും ശ്ലാഘനീയം തന്നെയാണ്. ഈവനിങ് ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ശ്രീ റെജി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ സംവിധാനങ്ങൾക്ക് മുമ്പിലുള്ളത്. അതൊക്കെ കൃത്യമാക്കി വേണം ഇത് മുമ്പോട്ട് പോകാൻ. അതിന് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരേണ്ടത്? റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം. കാരണം ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിൽപ്പെടുത്താൻ വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരു കോൺക്ലേവിന് തീരുമാനിച്ചിരിക്കുക. അതിലേക്ക് പങ്കെടുക്കണം. കാരണം 12ഓളം ചർച്ചകൾ മുഖ്യമന്ത്രിയുടെയും വി എൻ വാസവന്റെയും ഈ സജി ചെറിയാന്റെയും സാന്നിധ്യത്തിൽ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീകൾക്ക് സുരക്ഷിത കിട്ടുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാം കൂടി കോൺക്ലേവ് നടത്താൻ പോവുക. ജനങ്ങൾ അതിന് പിന്തുണ കൊടുക്കണം. പ്രതിപക്ഷം ചുമ്മാ എതിർത്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സമസ്ത മേഖലകളിലും സ്ത്രീകൾ പുരുഷനൊപ്പം എത്തിയ ഒരു സംസ്ഥാനമല്ലേ കേരളം? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ചരക്ക് ലോറിയുമായിട്ട് ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്യുന്ന വനിതകളുണ്ട് കേരളത്തിൽ. എന്റെ നാട്ടിൽ ഏറ്റുമാനൂരുന്ന ഒരു സ്ത്രീയും അവരുടെ മക്കളും ഈ രാജ്യം മുഴുവനും ചരക്ക് ലോറിയായിട്ട് പോകുന്നു. അങ്ങനെ വളരെ ഉയർന്ന തലങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ വരുന്നു. കാൻ ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ച സിനിമയിൽ അഭിനയിച്ച രണ്ട് വനിതകള്, ഒന്ന് നമ്മുടെ കനിമൊഴി ഉൾപ്പെടെയുള്ള രണ്ട് സ്ത്രീകളാണ്. ഒരു വനിതാ സമരമാനിത സിനിമ. അപ്പൊ സിനിമ എന്ന് പറഞ്ഞ ശബ്ദത്തില്ലാത്ത എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള അവസരത്തിന് വേണ്ടി പൊതുജനം സർക്കാരിന് പിന്തുണ കൊടുക്കണം. കാരണം പൊതുജനത്തിന്റെ മനസ്സിന് ഉല്ലാസം പകരുന്ന ഒരു വലിയ എന്റർടൈൻമെന്റ് മേഖലയാണ് ഈ സിനിമ. അത് സർക്കാരിന് ഉദ്ദേശിച്ച എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ ഗവൺമെന്റിന് ഒപ്പാണെന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ യാതൊരു തർക്കവും. പിന്നെ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ദുരന്തമാണ് വയനാട് ദുരന്തം. അവിടെ പോയി കണ്ണീരൊഴുക്കിയ പല മാധ്യമങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് മറന്നില്ല ഈ പൈങ്കെടുക്കഥ ആറാടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശരിയാണോ? ഇന്നും വയനാടിന് വേണ്ടി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങള് ലോകത്തിന് മാതൃകയാ. ₹1 കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല ഈ നിമിഷം വരെ, ഒറ്റ രൂപ പോലും. ഹിമാചൽ പ്രദേശ് വരെ കൊടുത്തു. ചെറിയൊരു വിഷയത്തിന് 60 കോടി രൂപ, 600 കോടി രൂപ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു സംസ്ഥാനത്തെ ഈ സിനിമ എന്ന് പറയുന്ന മനോഹരമായ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്താനായിട്ട്, ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇൻഡസ്ട്രിയെ താങ്ങി നിർത്താനായിട്ട് ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഈ മുൻകൈ, ഈ വ്യവസായത്തെ, സിനിമാ വ്യവസായത്തെ കാത്തുരക്ഷിക്കണം. അതുപോലെ തന്നെ
ഇതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീ വിരുദ്ധതയെ ഇല്ലാതാക്കണം, ഇതുവരെ സ്ത്രീകൾക്കെതിരായി ക്രൈം നടത്തിയവരൊക്കെ ശിക്ഷിക്കപ്പെടണം, അങ്ങനെ ഇരകൾക്ക് നീതി ലഭിക്കണം, ഇങ്ങനെ ഒട്ടേറെ കടമ്പകളാണ് ഇനി മുന്നിലുള്ളത്. അതിലേക്കാണ് നീങ്ങുന്നത്. സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൻ്റെ യോഗമാണ് നാളെ. പക്ഷേ അമ്മ അവരുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഈവനിംഗ് ഡിബേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.